നമസ്തേ. കേരളത്തെ നടുക്കിയ പേരാമ്പ്ര BRC MDMA കേസിൽ അന്വേഷണം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ഉൾപ്പെട്ട കോടികളുടെ ലഹരി പണമിടപാട് കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ കീർത്തനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം റിമാൻഡിലുള്ള മറ്റ് അധ്യാപികമാരായ കാവ്യയും നീഷ്മയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇവരുടെ മൊഴികളിലൂടെ കേരളത്തിന് പുറത്തേക്കും വിദേശ ബന്ധങ്ങളിലേക്കും നീളുന്ന വൻ ലഹരി ശൃംഖലയുടെ ചുരുളഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ. അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് ഈ തുക ഡെലിവറി ബോയ് ജിജിൽ കുര്യാക്കോസ് വഴി വയനാട് ബത്തേരി സ്വദേശിയായുള്ള ഷിൻഡോ ഷിബുവിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 6 മാസത്തിനിടെ കോടികളുടെ ഇടപാടുകൾ നടന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അധ്യാപികമാർ അറസ്റ്റിലായിട്ടുള്ള വിവരം ലഭിച്ചതിന് പിന്നാലെ ഷിൻഡോ സംസ്ഥാനം വിട്ടതായും ഇയാളെ കണ്ടെത്താൻ അന്വേഷണം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും സൂചനകളുണ്ട്. അതേസമയം വടകരയിൽ കീർത്തന നടത്തിയിരുന്ന ബൺ മസ്ക സ്ഥാപനവും ഫിറ്റ്നസ് സെന്ററും ലഹരി ഇടപാടുകളുടെ മറയായിരുന്നോ എന്നതടക്കമുള്ള നിർണായക ചോദ്യങ്ങൾക്കും ഉത്തരം തേടുകയാണ് പോലീസ്. ബംഗളൂരുവിലേക്കുള്ള യാത്രകൾ, വിദേശ വാട്സപ്പ് നമ്പറുകൾ, ഓൺലൈൻ പണമിടപാടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഇവയെല്ലാം അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. സർവശിക്ഷ കേരളയ്ക്ക് കീഴിലുള്ള ബ്ലോക്ക് റിസോർട്ട് സെന്ററുകളിലെ അധ്യാപകർ തന്നെ ലഹരി ശൃംഖലയുടെ ഭാഗമായെന്ന ആരോപണം വിദ്യാഭ്യാസ വകുപ്പിനെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ കേസിൽ ഇനി പുറത്തുവരാനിരിക്കുന്ന വിവരങ്ങൾ കേരളത്തിലെ ലഹരി മാഫിയയുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്നതാണ്. മുഖ്യ കണ്ണിയായ ഷിൻഡോ ഷിബു പിടിയിലാകുമോ, അതോ കസ്റ്റഡി ചോദ്യം ചെയ്യലിലൂടെ അന്വേഷണ സംഘം തേടുന്ന നിർണായക തെളിവുകൾ എന്തൊക്കെയായിരിക്കാം? വിശദമായി നോക്കാം. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ഉൾപ്പെട്ട വൻ MDMA പണമിടപാട് കേസിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ അവർ അതിനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു. വടകര NDPS കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമായതിനു പിന്നാലെ കേസിലെ മറ്റു പ്രതികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള കീർത്തനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത ശേഷമാകും റിമാൻഡിലുള്ള മറ്റ് അധ്യാപികമാരായിട്ടുള്ള കാവ്യ, നീഷ്മ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ ഉൾപ്പെട്ട വലിയ ശൃംഖലയാണ് കേസിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരിൽ നിന്ന് വൻതോതിൽ പണം സ്വീകരിച്ച് ലഹരി ശൃംഖല നിയന്ത്രിച്ചിരുന്ന വയനാട് ബത്തേരി സ്വദേശിയായിട്ടുള്ള ഷിൻഡോ ഷിബുവിനായിട്ടുള്ള അന്വേഷണം ഇതുവരെ നിർണായക ഘട്ടത്തിലെത്തിയിട്ടില്ല. ലഹരി വിൽപ്പനയിലൂടെ സമാഹരിച്ച പണം വിദേശ നമ്പറുകളിലുള്ള വാട്സപ്പ് വഴിയും ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പണമിടപാട് സംവിധാനങ്ങളിലൂടെയുമൊക്കെയാണ് കൈമാറിയിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഈ പണം ഡെലിവറി ബോയായ ജിജിൽ കുര്യാക്കോസ് മുഖേന മുഖ്യ കണ്ണിയായിട്ടുള്ള ഷിൻഡോ ഷിബുവിന്റെ അക്കൗണ്ടിലേക്ക് മാറുകയായിരുന്നു. ജിജിൽ മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടെ കോടികളുടെ പണമിടപാട് നടത്തിയതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അധ്യാപികമാർ പിടിയിലായ വിവരം അറിഞ്ഞതോടെ ഷിൻഡോ സംസ്ഥാനം വിട്ടതായാണ് പുറത്തുവരുന്ന സൂചന. ഇയാളെ കണ്ടെത്തുന്നതിനായിട്ട് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും നിലവിൽ വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കീർത്തനെ കസ്റ്റഡിയിൽ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം വടകര NDPS കോടതിയെ സമീപിച്ചത്. വടകരയിൽ കീർത്തനം നടത്തിയിരുന്ന ബൺ മസ്ക കച്ചവട സ്ഥാപനവും ഫിറ്റ്നസ് സെന്ററും ലഹരി വിൽപ്പനയുടെ മറവായിരുന്നോ എന്ന കാര്യത്തിലും കസ്റ്റഡി ചോദ്യം ചെയ്യലിലൂടെ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. കീർത്തന നടത്തിയ ബംഗളൂരു യാത്രകളുടെ വിവരങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. കീർത്തനയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ റിമാൻഡിലുള്ള മറ്റ് രണ്ട് അധ്യാപികമാരായിട്ടുള്ള കാവ്യയും നീഷ്മയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇതിലൂടെ കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സർവശിക്ഷ കേരളയ്ക്ക് കീഴിലുള്ള ബ്ലോക്ക് റിസോർട്ട് സെന്ററുകളിലെ പരിശീലകർ തന്നെ ലഹരി ശൃംഖലയിലെ കണ്ണികളായ സംഭവം വിദ്യാഭ്യാസ വകുപ്പിലും വലിയ ഉണ്ടാക്കിയിരിക്കുകയാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പേരാമ്പ്ര BRCക്ക് പുറമെ മറ്റു BRCകളുടെ പ്രവർത്തനം, നിയമന രീതികളും പരിശോധിക്കുന്നതിനായിട്ട് സർവശിക്ഷ കേരള അഡീഷണൽ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ റൂറൽ SP മെറിൻ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം വടകര ഇൻസ്പെക്ടർ AV ദിനേശ്, നാർക്കോട്ടിക് സെൽ DYSP T ഉത്തം ദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിലെ അന്തർ സംസ്ഥാന ലഹരി ബന്ധങ്ങൾ പഴുതടച്ച് അന്വേഷിക്കുന്നത്.
പേരാമ്പ്ര ബ്ലോക്ക് റിസോർട്ട് സെന്ററിലെ 3 സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് കേസ് പുറത്തു വന്നത്. ലഹരി ശൃംഖലയെക്കുറിച്ചുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ MDMA വിതരണവുമായി ബന്ധപ്പെട്ട വൻ പണമിടപാടുകളിൽ ഉൾപ്പെട്ടിരുന്നതായിട്ട് പോലീസ് കണ്ടെത്തിയത്. ഇവർ ലഹരി വിൽപ്പന മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്നവരും കൂടിയായിരുന്നു കേട്ടോ. അധ്യാപകരാണ്, ഇവർ ലഹരി ഉപയോഗിക്കുന്നവരാണ്, ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരുമാണ്. അന്വേഷണത്തിൽ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായിട്ട് പോലീസ് കണ്ടെത്തി. ഈ തുക ഡെലിവറി ബോയ ജിജൽ കുര്യാക്കോസ് മുഖേന വയനാട് സ്വദേശി ഷിൻഡോ ഷിബുവിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയതും പോലീസ് കണ്ടെത്തി. ജിജിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ കോടികളുടെ ഇടപാടുകൾ നടത്തി. അതുപോലെ തന്നെ ഈ അധ്യാപികമാരും കോടികളുടെ, ലക്ഷങ്ങളുടെയൊക്കെ കണക്കാണ്, ഇടപാടുകളാണ് അക്കൗണ്ട് വഴി നടത്തിയത്. തുടർന്നാണ് പോലീസ് നടത്തിയ നീക്കത്തിൽ ഈ 3 അധ്യാപികമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരും വിതരണം ചെയ്യുന്നവരുമായിട്ട് 100 കണക്കിന് ആളുകൾ ഉൾപ്പെട്ട ഒരു വലിയ ശൃംഖലയാണ് ഇവരുടെ കേസിന് പിന്നിലുള്ളതെന്ന ഒരു സൂചന ലഭിച്ചിരുന്നു. ഇതോടെ അന്വേഷണം അന്തർ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയും മുഖ്യ കണ്ണിയായ ഷിൻഡോ ഷിബുവിനായി തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനത്തിലെ പരിശീലകരാണ് കേസിൽ പ്രതികളായതെന്ന വിവരം പുറത്തുവന്നത് സംസ്ഥാനത്തെ ഒട്ടാകെ വലിയ ചർച്ചയ്ക്കും വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ പ്രത്യേക പരിശോധനയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. അധ്യാപികമാരുടെ അറസ്റ്റിൽ ഒതുങ്ങുന്നത് മാത്രമല്ല ഈ കേസ്. കോടികളുടെ പണമിടപാടുകളും അന്തർ സംസ്ഥാന ലഹരി ബന്ധങ്ങളും വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ലഹരി ശൃംഖലയുടെ നുഴഞ്ഞുകയറ്റവും ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി അന്വേഷണത്തിലൂടെ പുറത്തുവരേണ്ടത്. ഇവർക്ക് പിന്നിൽ വലിയൊരു ലഹരി മാഫിയ സംഘം തന്നെ ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുഖ്യ പ്രതികളെയും ശൃംഖലയിലെ മറ്റു കണ്ണികളെയും കണ്ടെത്താൻ അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കേസിന്റെ ഗതി നിർണ്ണയിക്കും. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന്വേഷണത്തിൽ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാനാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. ഇത്തരം പ്രധാന വാർത്തകളും അന്വേഷണ അപ്ഡേറ്റുകളും ആദ്യം അറിയാനായിട്ട് നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.